സങ്കടഹര ചതുർത്ഥി എല്ലാ സങ്കടങ്ങളും മാറാനും കാര്യവിജയത്തിനൊക്കെ വേണ്ടിയിട്ട് ഭഗവാനോട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും ജപിക്കേണ്ട മന്ത്രത്തെക്കുറിച്ചുമാണ് പറയുന്നത്. ഗണേശന് വിനായക ചതുർത്ഥി പോലെ പ്രധാനമാണ് എല്ലാ മലയാള മാസത്തിലും വരുന്ന സങ്കടഹര ചതുർത്ഥി. മലയാള മാസത്തിലെ പൗർണമി കഴിഞ്ഞുള്ള 4ാമത്തെ തിഥി ചതുർത്ഥിയാണ് സങ്കടഹര ചതുർത്ഥി എന്ന് അറിയപ്പെടുന്നത്. 2025 മെയ് 16 വെള്ളിയാഴ്ച സങ്കടഹര ചതുർത്ഥി ദിനമാണ്. ഇന്നേ ദിവസം ഗണേശ പ്രതിഷ്ഠയുള്ള ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നതും ഗണേശ പ്രീതികരമായിട്ടുള്ള മന്ത്രങ്ങൾ ജപിക്കുന്നതും ഉപവാസം എടുക്കുന്നതും അതുപോലെ തന്നെ ഒരിക്കലൂണ് പോലെയുള്ള വ്രതം എടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. കറുക, മുക്കുറ്റി എന്നിവ പറിച്ച് കഴുകി ഒരു ഇലക്കീറിൽ വെച്ച് ഭഗവാന് സമർപ്പിക്കുന്നതും 1 രൂപ നാണയം ഉഴിഞ്ഞ് ഭഗവാന് സമർപ്പിക്കുന്നതും ഉത്തമമാണ്. അറിവിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും ദേവനാണ് ഗണപതി ഭഗവാൻ. 432 ദേവന്മാരുടെ ചൈതന്യം നിറഞ്ഞ ദേവനാണെന്നും വിശ്വാസമുണ്ട്. ജാതകപ്രകാരം ജീവിതത്തിൽ അനുകൂല സമയമാണെങ്കിലും ഗണേശപ്രീതി ഇല്ലെങ്കിൽ നമുക്ക് സദ്ഗുണങ്ങളൊന്നും തന്നെ അനുഭവയോഗ്യമായിട്ട് വരില്ല. അതുകൊണ്ട് തന്നെ ഭാഗ്യവർദ്ധനവിനായിട്ട് ഗണപതി ഭഗവാന്റെ മൂലമന്ത്രം ദിവസേന ജപിക്കാവുന്നതാണ്. ഓം ഗം ഗണപതിയെ നമ, ഓം ഗം ഗണപതിയെ നമ നമുക്ക് 108 തവണ ജപിക്കാവുന്നതാണ്. ഗണേശന്റെ 12 മന്ത്രങ്ങൾ ചേർന്ന ഗണേശ ദ്വാദശ മന്ത്രം ഈ ദിവസത്തിൽ സങ്കടഹര ചതുർത്ഥി ദിനത്തിൽ ജപിക്കുന്നത് ഇഷ്ടകാര്യലബ്ധി, വിഘ്ന നിവാരണം, പാപമോചനം എന്നിവയൊക്കെയാണ് ഫലം തരുന്നത്. 108 തവണ ജപിക്കണം. അല്ലാത്ത പക്ഷം 3 തവണയെങ്കിലും ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഇഷ്ടകാര്യലബ്ധിക്കൊക്കെ വേണ്ടിയിട്ട് 108 തവണ ജപിക്കുന്നത് ഉത്തമമാണ്. ഗണേശ ദ്വാദശ മന്ത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓം വക്രതുണ്ടായ നമ, ഓം ഏകദന്തായ നമ, ഓം കൃഷ്ണ പിംഗാക്ഷായ നമ, ഓം ഗജവക്രദായ നമ, ഓം ലംബോദരായ നമ, ഓം വികടായ നമ, ഓം വിഘ്നരാജായ നമ, ഓം ധ്രൂമ വർണ്ണായ നമ, ഓം ഫാലചന്ദ്രായ നമ, ഓം വിനായകായ നമ, ഓം ഗണപതേ നമ, ഓം ഗജാനനായ നമ. ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്ക് നമുക്ക് ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയ എന്ന് പറയണം. ഗണപതി ഗായത്രി മന്ത്രവും 108 തവണ ജപിക്കുന്നത് ഉത്തമമാണ്. അപ്പോൾ സങ്കടഹര ചതുർത്ഥി ദിനം എല്ലാവരും ഗണപതി ഭഗവാന് വേണ്ടി മാറ്റിവെക്കാൻ പ്രത്യേകം ശ്രമിക്കുക.